പത്തനംതിട്ട കോന്നി വാഹനാപകടത്തിൽ മരിച്ചവരുടെ സംസ്കാരം നാളെ. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം 4 പേരുടെയും മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മലേഷ്യയിൽ മധുവിധു ആഘോഷിച്ച് മടങ്ങിയ ദമ്പതികളും സ്വീകരിക്കാൻ പോയ അച്ഛന്മാരുമാണ് അപകടത്തിൽപ്പെട്ടത്. കൂടുതൽ വിവരങ്ങളുമായി ജോസി ബാബു ചേരുന്നു. ജോസി, ഇവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിക്കുകയാണോ? എപ്പോഴാണ് ഈ സംസ്കാര ചടങ്ങുകൾ? ആതിര, പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാരം നടക്കുക. ഇന്ന് 11:30 മണിയോടുകൂടിയാണ് 4 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. പിന്നീട് പത്തനംതിട്ടയിലെ തന്നെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുകയും ചെയ്തു. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. മലേഷ്യയിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ നിഖിൽ, അനു ദമ്പതികൾ, അതോടൊപ്പം തന്നെ ഇരുവരുടെയും പിതാക്കന്മാരായ അത്തായി, അതോടൊപ്പം ബിജു ജോർജ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. ദിശ തെറ്റി എതിർദിശയിലെത്തിയ അയ്യപ്പ ഭക്തന്മാർ സഞ്ചരിച്ച വാനിൽ ഇടിച്ചായിരുന്നു അപകടം. 4 പേരും ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് മരണപ്പെടുകയായിരുന്നു. 3 പേരെ ഏറെ വൈകിയാണ് പുറത്തെടുക്കാൻ സാധിച്ചത്. അനുവിനെ ആദ്യം പുറത്തെടുത്ത് ഒന്നിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ എത്തിയപ്പോൾ മരണം സംഭവിച്ചു. പിന്നീട് മറ്റു 3 പേരെയും ആശുപത്രിയിലേക്ക് എത്തിക്കും മുമ്പ് മരണം സംഭവിച്ചതായാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുവാൻ ജില്ലാ കളക്ടർ, അതോടൊപ്പം കോന്നി MLA ജനീഷ് കുമാർ അടക്കം വേഗത്തിൽ ഇടപെട്ടുകൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റ് ഇൻക്വസ്റ്റ് നടപടികളും വേഗത്തിൽ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ 30-ാം തീയതി, നവംബർ 30-ാം തീയതിയാണ് ഈ അനു നിഖിൽ ദമ്പതികളുടെ വിവാഹം നടന്നത്. ഇന്ന് ഒരു ബന്ധുവിന്റെ വിരുന്ന് സൽക്കാരത്തിൽ കൂടി പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു അവർ തിരിച്ച് എത്തിയതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ വലിയ ഒരുക്കങ്ങൾക്കൊക്കെ ഉള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഈ ദുരന്തം ഈ നാടിനെയും കുടുംബത്തെയും തേടി എത്തിയത്. കൂടൽ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട കാർ സൂക്ഷിച്ചിരിക്കുന്നത്. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. മുൻവശത്തെ ചില്ലുകളും തകർന്നിരുന്നു. ഇരുവശത്തെയും ചില്ലുകൾ തകർത്താണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കൂടാതെ ഈ അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ വാഹനമായ അയ്യപ്പ തീർത്ഥാടകരുടെ ആന്ധ്ര സ്വദേശികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ദൂരത്തു നിന്നും ദിശ തെറ്റി വന്ന കാറിനെ കണ്ട് ഈ വാഹനം ഒരു വശത്തേക്ക് ചേർത്ത് നിർത്തിയെന്നാണ് ഡ്രൈവർ മൊഴി നൽകിയത്. അപ്പോഴേക്കും അപകടം സംഭവിച്ചിരുന്നു. വാഹനം ഓടിച്ചിരുന്ന ബിജു ജോർജ് ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധനകളും തെളിവെടുപ്പിന് ശേഷം ഇത് സംബന്ധിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നും കൂടൽ പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് ശേഷം പൂങ്കാവ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും. 4 പേരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്കാണ് കുടുംബാംഗങ്ങൾ എത്തിയിരിക്കുന്നത്. പക്ഷേ ഇരു കുടുംബങ്ങളുടെയും ബന്ധുമിത്രാദികൾ വിദേശത്തുണ്ട്. അവരെത്തിയതിനു ശേഷമായിരിക്കും അന്തിമ സമയം തീരുമാനിക്കുക. ആദ്യം നിഖിലിന്റെ കുടുംബത്തിലേക്ക് 3 പേരുടെയും, നിഖിലിന്റെയും ഭാര്യയുടെയും പിതാവിന്റെയും മൃതദേഹം എത്തിക്കും. അതിനുശേഷം ബിജുവിന്റെ കുടുംബത്തിലേക്ക് ബിജുവിന്റെ മൃതദേഹം എത്തിക്കും. ഒപ്പം മകൾ അനുവിന്റെ മൃതദേഹവും അവിടെ ആ കുടുംബത്തിലും എത്തിക്കും. അതിനുശേഷം ഒരുമിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ സംസ്കാര ശുശ്രൂഷകൾ പൂർത്തിയാക്കിയ ശേഷം വൈകിട്ടോടുകൂടി സംസ്കാരം പൂർത്തിയാക്കാനുള്ള ആലോചനയിലാണ് കുടുംബാംഗങ്ങൾ. പക്ഷേ ഈ വിദേശത്തു നിന്നുള്ള ആളുകളുടെ സമയക്രമത്തിൽ ഒരു അന്തിമ ധാരണയായതിനു ശേഷം മാത്രമായിരിക്കും കൃത്യമായ സമയം തീരുമാനിക്കുകയുള്ളൂ എന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നാട് മുഴുവൻ ആകെ ദുഃഖത്തിലാണ്. വിവാഹം കഴിഞ്ഞ് 15 ദിവസം മാത്രമാകുമ്പോഴാണ് ഒരു കുടുംബത്തിലേക്ക് ഇത്രയും വലിയൊരു ദുരന്ത വാർത്ത എത്തുന്നത്. ആതിര. ശരി.